ഹലോ ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു ബ്രോസ് ഫിയാസ്കോ. ബ്രോസ് ഫിയാസ്കോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രോസ് ഫിയാസ്കോയുടെ കുറച്ച് മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ചേരുന്നുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായ പ്രിട്ടോറിയയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ബിൽഡിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ കാണാനും അറിയാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പേര് യൂണിയൻ ബിൽഡിംഗ്. അപ്പോൾ നമുക്കിന്ന് യൂണിയൻ ബിൽഡിങ് എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളിതാ യൂണിയൻ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് യൂണിയൻ ബിൽഡിങ്ങിന്റെ എൻട്രൻസ്. ഇവിടെ വെച്ചാണ് ഇത് പ്രസിഡന്റിന്റെ ഓഫീസാണ്. ഇവിടെ വെച്ചാണ് മെയിൻ ആയിട്ടുള്ള ഡിക്ലറേഷൻസും നേഷനെ അഡ്രസ് ചെയ്യുന്നതൊക്കെ ഇവിടെ വെച്ചാണ്. നമുക്ക് ഈ ഒരു എൻട്രൻസ് കണ്ടില്ലേ, ഇവിടെ വരെ നമുക്ക് പ്രവേശനമുള്ളൂ. ഇതിലോട്ട് നമുക്ക് വെളിയിലുള്ള ആൾക്കാർക്കൊന്നും പ്രവേശനം ഇല്ല. അവർ എൻട്രി ഫുള്ളി റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് പബ്ലിക്കിന് വേണ്ടി. ഇവിടെ ഓൺലി ഇവിടെയുള്ള ഓഫീസേഴ്സും പ്രസിഡന്റ്, മിനിസ്റ്റേഴ്സ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. നമ്മളെ പോലെ സാധാരണപ്പെട്ട പാവപ്പെട്ടവർക്കൊന്നും ഇവിടെ പ്രവേശനമില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഫ്രണ്ടിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഉണ്ട്. അതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. നല്ല എന്ന് വെച്ചാൽ നിങ്ങൾ കാണണം, വന്ന് കണ്ടാലേ അത് നമ്മൾക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ നമ്മൾ മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യും. നമ്മുടെ വീഡിയോയിലൂടെ മാക്സിമം നമ്മൾ ആ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. Their name live forevermore. നമ്മളിപ്പോൾ മെയിൻ എൻട്രൻസ്, അതായത് യൂണിയൻ ബിൽഡിങ്ങിൻ്റെ മെയിൻ എൻട്രൻസിന് താഴോട്ട് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു മെമ്മോറിയൽ സ്റ്റാച്യു കാണാം. ആക്ച്വലി ഈ മെമ്മോറിയൽ സ്റ്റാച്യു they saying that it pays tribute to the South African troop who died in the First World War. അതായത് 1914 to 1980 ഫസ്റ്റ് വേൾഡ് വാറിൽ മരിച്ച സൗത്ത് ആഫ്രിക്കൻ ട്രൂപ്സിന് വേണ്ടി ട്രിബ്യൂട്ടായിട്ട് ബിൽഡ് ചെയ്ത ഒരു മെമ്മോറിയൽ സ്റ്റാച്യു ആണ് ഇത്. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് യൂണിയൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1910 പല പല കോളനികളായി കിടന്നത്. അതായത് ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നട്ടാൽ കോളനി, കേപ്പ് കോളനി, ഇങ്ങനെ പല കോളനികളായി കിടന്നിരുന്ന ഈ സൗത്ത് ആഫ്രിക്ക യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒറ്റ ഒരു കൺട്രിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പ്രിട്ടോറിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായിട്ടും കേപ്പ് ടൗൺ എന്ന് പറയുന്ന അവരുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലായിട്ടും അവർ ഡിക്ലെയർ ചെയ്യും. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലിന് അവർക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് വേണമായിരുന്നു. അങ്ങനെയാണ് യൂണിയൻ ബിൽഡിംഗ് എന്നൊരു കൺസെപ്റ്റ് വന്നത്. 1910 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1913 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫിനിഷായി. സർ ഹെർബർട്ട് ബേക്കർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ആർക്കിടെക്റ്റാണ്, വളരെ ഫേമസ് ആയ ഒരു ആർക്കിടെക്റ്റാണ് ഈ യൂണിയൻ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ
സൗത്ത് ആഫ്രിക്കൻ എംബസിയും നമ്മുടെ ഇന്ത്യൻ എംബസിയും ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റ് കൂടിയാണ് ഈ സർ ഹെർബർട്ട് ബേക്കർ. അതുകൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ബിൽഡ് ചെയ്ത 2 പേരിൽ ഒരാളാണ് ഹെർബർട്ട് ബേക്കർ എന്ന് പറയുന്ന ഒരാൾ. എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഇത്രയാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചറിന് ചില പ്രത്യേകതകളുണ്ട്. 2 ചിറകളോട് കൂടിയ ഒരു സെമി സർക്കുലർ ഷേപ്പിലുള്ള ബിൽഡിംഗ് ആണിത്. ഫോർമലി ഡിവൈഡഡ് ആയി കിടന്ന ജനവിഭാഗങ്ങളുടെ കൂടിച്ചേരലിനെയാണിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് വിങ്സും ട്വിൻ ടവേഴ്സും ഇംഗ്ലീഷ് ആൻഡ് ആഫ്രിക്കാൻസ് എന്നീ 2 ലാംഗ്വേജസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഇന്നർ കോർട്ട് യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയെ സിംബലൈസ് ചെയ്യുന്നു. യൂണിയൻ ബിൽഡിംഗ് എന്ന പേര് തന്നെ വരാൻ കാരണം ഈ പ്രത്യേകതകളാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇച്ചിരി ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. കുടയിലേക്ക് കയറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ബിൽഡിംഗ് കണ്ടില്ലേ, ഇത് ഗ്രീക്ക് ദേവതകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിൽ നമുക്ക് കാണാം കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെ, അതാണ് അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ബിൽഡിങ്ങിന്റെ സെന്ററിലുള്ള റോമൻ ദേവ മെർക്കുറിയുടെ സ്റ്റാച്ചു ആണ്. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ 2 വശങ്ങളിലായിട്ടുള്ള ടവറിൽ ഭൂമിയെ താങ്ങി നിൽക്കുന്ന ഗ്രീക്ക് ദേവനായ അറ്റ്ലസിന്റെ സ്റ്റാച്ചു സ്ഥാപിച്ചിട്ടുണ്ട്. അതിനും താഴെയായിട്ട് വരുന്ന ക്ലോക്ക് ഇംഗ്ലണ്ടിലുള്ള ബിഗ് ബെൻ ക്ലോക്ക് ടവറിലേതിനോട് സമാനമാണ് എന്നത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നടന്ന് ഇറങ്ങാൻ പോകുന്നത് വിശാലമായ ഗാർഡനിലോട്ടാണ്. നമുക്കത് എങ്ങനെയാണ് ആ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുവാണ്. നമുക്ക് കാണാം അത് എങ്ങനെയാണ്. ഇവിടെ മനോഹരമായ ഫ്ലവേഴ്സും നമുക്ക് കാണാൻ നല്ല ഗ്രീനറിയാണ്. ഇവിടെ വന്ന ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. ഒത്തിരി ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫോട്ടോസും വീഡിയോ ഷൂട്ടിനൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാർ പുറത്തു നിന്നൊക്കെ കുറേ ഫോറിനേഴ്സൊക്കെ വരാറുണ്ട്. ഫോറിനേഴ്സ് വന്നാൽ മെയിനായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാതെ അവർ പോകത്തില്ല. ഈ യൂണിയൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടെയാണ്. നമ്മളിവിടെ ഫോട്ടോ ഷൂട്ടിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ കൂടെ ബ്രോസ് ഫിയാസ്കോയിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ കൂടിയായ നിതിൻ ബ്രോയുടെ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് ചെയ്തത്. അതിന്റെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അതിന്റെ ലിങ്ക് ഞങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്നതായിരിക്കും. അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിലെ ഇത് മാത്രമല്ല, സൗത്ത് ആഫ്രിക്കയിലെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സൗത്ത് ആഫ്രിക്ക കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഇനി നടന്നു വരുമ്പോൾ അവിടെ ഒരു കെനോൺ കാണാം. അത് നമുക്ക് ഇവിടെയാണ് കേട്ടോ, അവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും അവിടം വരെ നടന്നു പോയിട്ട് ഒന്ന് നോക്കി അതിനെ കണ്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ മുകളിലോട്ട് കയറി നോക്കാം എന്താണ്. അങ്ങനെ നമ്മൾ നടന്ന് അതിന്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് നമ്മൾ പറഞ്ഞ നല്ലപോലെ ഇവിടെ ഒന്ന് കാണാൻ പറ്റും.
നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് നേരത്തെ ഇവർ പണ്ട് കാലത്ത് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവരൊരു ചെയിനൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറി നിന്ന് ഒരു ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്ക് കണ്ടാലറിയാം ഇത് പണ്ട് കാലത്ത് ഇവർ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പൊ ഇതൊരു ഒരു ഭംഗിക്ക് വേണ്ടി അതിന്റെ ഒരു പ്രാചീനതയെ ഓർമ്മിപ്പിക്കാനാന്ന് തോന്നുന്നു അവർ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ വെഡിങ്ങിന്റെ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ ഡ്രസ് കോഡൊക്കെ കാണാൻ കൾച്ചറൽ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കാണാതുപരന്മാർ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി വളരെ ഇവർക്ക് ഇതൊരു വളരെ വലിയൊരു സെലിബ്രേഷനാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ. ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഫോട്ടോഷൂട്ട് അതിനുള്ള വരുന്നതാണ്. ഇപ്പം ശരിക്കും ഒരു നമുക്ക് ഇത് വീഡിയോയിൽ കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇവരുടെ ഒരു വെഡിങ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. താങ്ക് യു സോ മച്ച്. അങ്ങനെ സുകന്യ അവർ സ്വന്തമായിട്ട് എടുത്തിരിക്കുകയാണ് അവരോട് ഫോട്ടോ എടുക്കാനായിട്ട്. സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാണാതായ കൂട്ടുകാരെയൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എല്ലാം ഇപ്പൊ ഇവിടെ നിൽപ്പുണ്ട്. ഇനി എപ്പോഴാണ് അപ്രത്യക്ഷമാവുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അവരുടെ കൂടെ അവർ നമ്മളോട് ചോദിച്ചു ഫോട്ടോ എടുക്കുന്നു. നമ്മൾ അങ്ങോട്ട് ചോദിച്ചു, പിന്നെ അവർ ഇങ്ങോട്ട് ചോദിച്ചു. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. എന്താണെങ്കിലും കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് സൗത്ത് ആഫ്രിക്കൻ പോലീസ് ഫോഴ്സിൽ മരിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകമാണ്. ഓക്കെ, നമുക്കിപ്പോൾ അതിൻ്റെ ഇവിടെ കുറേ ആൾക്കാരുടെ നെയിമും കാര്യങ്ങളും ഒക്കെ അവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടക്ഷൻ ഇവിടെ ഉണ്ട്. എവിടെയാണ്? ഓക്കെ, ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മരിച്ചിട്ടുള്ള ഒരാളുടെ നെയിം വരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് 17/3/2020 ആണ്. ഓക്കെ, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മാരകമാണ്. ഒരു എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് റോൾ ഓഫ് ഓണർ. ഓൺ ദിസ് റോൾ ഓഫ് ഓണർ അപ്പിയേഴ്സ് ദ നെയിം ഓഫ് ദോസ് മെമ്പേഴ്സ്. അവർ എഴുതി വെച്ചിട്ടുണ്ട്. For South Africa who are holding available for who died in the execution of their duty for South Africa and its people. We honor their memory.
ഓക്കെ, നമ്മളിപ്പോൾ ഇനി നടന്ന് താഴോട്ട് പോകാൻ പോകുന്നത് നെൽസൺ മണ്ടേലയുടെ സ്റ്റാച്ചു ഉണ്ട്. നമുക്കത് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴോട്ട് പോകാനുണ്ട്. ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആ സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റും. ഈ 2013 ഈ സ്റ്റാച്ചു, നെൽസൺ മണ്ടേലയുടെ മരണശേഷമാണ് ഈ 2013 ഈ സ്റ്റാച്ചു ഇവിടെ സ്ഥാപിച്ചത്. നമ്മളിപ്പം ഇവിടെ നെൽസൺ മണ്ടേലയുടെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി നെൽസൺ മണ്ടേലയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽസൺ റോഹിലാല മണ്ടേല എന്നാണ് പറയുന്നത്. അത് അധികം റോഹിലാല എന്നുള്ളത് ആരും അങ്ങനെ പറയാറില്ല. നെൽസൺ മണ്ടേല എന്നാണ് കൂടുതൽ എല്ലാവരും നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽസൺ മണ്ടേല ഈ സ്റ്റാച്ചു ആക്ച്വലി വൺ ഓഫ് ദ ടോളസ്റ്റ് സ്റ്റാച്ചു ഇൻ ദ വേൾഡ് ആണ് നെൽസൺ മണ്ടേലയുടെ. സൗത്ത് ആഫ്രിക്കയുടെ വേൾഡിൽ നോക്കുവാണെങ്കിൽ ഇത് 9 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് ആക്ച്വലി പറയുന്നത്. ഇത് ബിൽഡ് ചെയ്തത് 2013 നെൽസൺ മണ്ടേല സ്റ്റാച്ചു ഇവിടെ ബിൽഡ് ചെയ്തത്. അന്ന് ഇനാഗ്രേറ്റ് ചെയ്തത് 2013 എൻ്റെ വിശ്വാസം. സൗത്ത് ആഫ്രിക്ക ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രസിഡൻ്റാണ് നെൽസൺ മണ്ടേല. 1994 ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പ്രസിഡൻ്റാണ് നെൽസൺ മണ്ടേല. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ വന്ന് ഫോട്ടോ എടുക്കും. അതിൻ്റെ ഒരു ഹൈറ്റ്, ഒരു സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം. ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോകട്ടോ. ആൾക്കാർ മാറിയിട്ടേ ഇരിക്കും. നമ്മൾ ഫോട്ടോ എടുത്ത് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് നടന്നു കഴിഞ്ഞാൽ കുറേ കാലം കുറച്ച് മുന്നോട്ട് നടക്കാറുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് എന്തായാലും മുന്നോട്ട് നടക്കാം. ഹോൾ ഓഫ് ഓണർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഗോപുരം പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇത് യൂണിയൻ ബിൽഡിങ്ങിന്റെ ഒരു നമ്മൾ താഴോട്ട് നെൽസൺ മണ്ടേലയുടെ താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു പലക എഴുതി വെച്ചിട്ടുണ്ട്. കുറേ പേരുകൾ ഇതിനകത്തുണ്ട്. ഇതെല്ലാം ഈ ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ഇവിടുന്ന് യുദ്ധത്തിന് പോയി മരണപ്പെട്ട ആൾക്കാരാണ്. അവരുടെ പേരുകളാണ്. അവരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടി അവരോടുള്ള ഓണറിന് വേണ്ടിയിട്ടും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഫലകങ്ങളാണ്. ഇവിടെ കുറേ എണ്ണം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 എണ്ണം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഇത് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ ആരെങ്കിലും അടിച്ചോണ്ട് പോയതായിരിക്കാനാണ് സാധ്യത. ഇങ്ങനെ കുറേ ഇവിടെ കുറേ ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ മിക്കതും ഇപ്പോൾ ഒരുമാതിരി ക്ഷയിച്ച അവസ്ഥയിലാണ്. പലതും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. ഈ ഫലകങ്ങൾ ഇത് ലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് ബ്രോൺസിലാണ്. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് പല ആൾക്കാരും ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ പല പേരുകളും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഒരുപാട് നാഷണൽ ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. അതിലൊന്നാണ് വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിയൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. 2000 ആക്ട് പ്രകാരമാണ് ഇത് ഒരു നാഷണൽ ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. യൂണിയൻ ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സംഭവം, ഇവിടുത്തെ ഓരോ സ്ട്രക്ചറും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ സെർച്ച് ചെയ്ത് പല ആൾക്കാരോടും ചോദിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഓരോ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
ബിൽഡിങ്ങിന്റെ എൻഡിലേക്ക് ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. എൻഡിലായിട്ടില്ല, എൻഡ് ആകാനായിട്ട് ഒരു 500 മീറ്റർ, ഏകദേശം ഒരു 500 മീറ്ററും കൂടെ ഉണ്ട്. 500 മീറ്ററിന്റെ കഴിയുമ്പോൾ, ഏകദേശം 500 മീറ്റർ കഴിയുമ്പോൾ നമുക്ക് ആ ലൂയിസ് ബോത്തയുടെ സ്റ്റാച്ചു കാണാൻ പറ്റും. അവിടെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നല്ല, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇറ്റ്സ് ഓപ്പൺ ടു പബ്ലിക്. ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് എപ്പോൾ വേണേലും വരാം. അല്ല, ഈ രാത്രിയിലൊന്നുമല്ല, പകലൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരാം. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ ജോഗിങ്ങിന് വരാറുണ്ട്, സുംബ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. പല പല ഇവൻറ്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്. ഈ ഏരിയയിൽ ഒരുപാട് ഇവൻറ്റ്സ് ഇവിടെ നടക്കാറുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ നമുക്കറിയാം, നമുക്ക് പാർലമെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറണമെങ്കിൽ തന്നെ എന്തേറെ റെസ്ട്രിക്ഷൻസ് ആണെന്ന് അറിയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്കിവിടെ ഇവൻ യൂണിയൻ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വരെ യു ക്യാൻ ഗോ എനി ടൈം. പിന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഇവിടെ കുറേ ആൾക്കാർ അവിടെയും ഇവിടെ എല്ലാം ഗ്രൂപ്പുകളായിട്ട് വന്നിരിക്കുന്നുണ്ട്. പലരുടെയും കയ്യിൽ മൊബൈൽസ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ഓപ്പൺ വൈഫൈ ഉണ്ട്. ഇവിടെ ഷാനെ ഫ്രീ വൈഫൈ. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സ്റ്റുഡൻസ് ഉണ്ട്, അല്ലാതെയുള്ള ആൾക്കാരെല്ലാം വന്ന് വൈഫൈ യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിപ്പുണ്ട്. ആ മരത്തിൻ്റെ മുകളിലൊക്കെ കാണുന്ന വൈഫൈ കണക്ഷനുകളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാണല്ലോ, ഒറ്റ നമ്മൾ വേസ്റ്റ് പോലും ഇല്ല. കാരണം ഇവിടെ എല്ലാ ദിവസവും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ ഈ സ്പേസ് ഇട്ടിരിക്കുന്നത്. ആക്ച്വലി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഏകദേശം നമ്മളിപ്പം ലൂയി ബോത്ത സ്റ്റാച്യൂൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ലൂയി ബോത്തയുടെ ഹിസ്റ്ററിയെ പറ്റി ഒന്ന് നോക്കാം. അവിടെ ഓൾറെഡി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഹിസ്റ്ററി. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ലൂയിസ് ബോത്തയുടെ സ്റ്റാച്യുവിൻ്റെ മുമ്പിലേക്ക് എത്തി. ഇത് കുറച്ച് ഹൈറ്റ് ഉണ്ട്, നമുക്കിവിടെ കാണാം. ഇതിൻ്റെ നെയിമൊക്കെ ഇവിടെ ഈ കല്ലിൽ തന്നെ ഇവർ കൊത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, 1910 യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് ലൂയിസ് ബോത്ത എന്ന് പറയുന്ന ആൾ, സൗത്ത് ആഫ്രിക്കയുടെ. എന്താണേലും നമ്മളിവിടെ എത്തി. അതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ സൈഡിൽ ഇവർ എഴുതി ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്കിത് കാണാൻ പറ്റും. ഇതിൻ്റെ ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് അപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അപ്പുറത്തുനിന്നാണ് പുള്ളിയുടെ ആദ്യം തൊട്ട് പറയുന്നുണ്ട്. പുള്ളി ഒരു ഫാം ബോയ് ആയിരുന്ന സമയത്തുള്ളത്. എനിക്ക് അപ്പുറത്തുനിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടുന്ന് തുടങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പ്രൈമറി. ഇതാണ് ലൂയി ബോത്തയെ പറ്റിയുള്ള അവർ കാണിക്കുന്നത്. യങ് ഫാർമർ എന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ ചെറുപ്പത്തിലെ കാണിക്കുന്നതാണ് ഇത് കാണിക്കുന്നത്. പിന്നെ പുള്ളി അത് കഴിഞ്ഞിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു കമാൻഡർ ജനറൽ ഓഫ് റിപ്പബ്ലിക്കൻ ഫോഴ്സസ്. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ദ ട്രാൻസ്വാൾ 1907 to 1910 2010 മുമ്പ് വരെ പുള്ളി ട്രാൻസ്വാളിന്റെ പ്രൈം മിനിസ്റ്റർ. അതായത് പണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ പല പല ഇതായിരുന്നല്ലോ, സ്റ്റേറ്റുകൾ പോലെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പല യൂണിയനിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കാണും അന്ന്. ആ ടൈമിൽ ട്രാൻസ്വാൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു യൂണിയൻ ആയിരുന്നു കാണും. അന്നത്തെ ഒരു യൂണിയൻ 1970. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ലൂയിസ് ബോത്ത 1910 ഇത് യൂണിയൻ, അതായത് പ്രൈം മിനിസ്റ്റർ ഓഫ് യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. പ്രൈം മിനിസ്റ്റർ ഓഫ് സൗത്ത് ആഫ്രിക്ക 1910 തൊട്ട് 1990, അതായത് 9 ഇയേഴ്സോളം ഉള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു സൗത്ത് ആഫ്രിക്ക. അതായത് നമുക്കിപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ യൂണിയൻ ബിൽഡിംഗ് അങ്ങനെ വിക്ടോറിയ സൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്റോറിക്കലായിട്ട് പ്ലേസസ് കാണണമെങ്കിൽ ഇവിടെ നിയർ ബൈ സറൗണ്ടിങ് താമസിക്കുന്ന ഇവിടെ ഒരു നല്ലൊരു ഹോട്ടൽ നമുക്ക് കാണാൻ പറ്റും. ഷെറാട്ടൺ. ആക്ച്വലി ഷെറാട്ടൺ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസ് ആണ്. ആക്ച്വലി നമ്മൾ പലയിടത്തും ഇത് കണ്ടിട്ടുണ്ട്, ഷെറാട്ടൺ ഹോട്ടൽ. സോ ഇറ്റ്സ് വെരി ക്ലോസ് ടു യൂണിയൻ ബിൽഡിംഗ് ആണ്. പിന്നെ പല ലൊക്കേഷൻസ് ആയിട്ട്, അതായത് പല ലൈക്ക് ടൂറിസ്റ്റ് അട്രാക്ഷൻ ലൊക്കേഷനായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് വെരി സേഫ് ആൻഡ് സെക്യൂർ ആണ് അക്കോമഡേഷൻ.
അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലെ യൂണിയൻ ബിൽഡിംഗ് ആണ്. യൂണിയൻ ബിൽഡിങ്ങിൻ്റെ ഏകദേശം എല്ലാ പാർട്ടുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. ബൈ ബൈ. Bye bye. താങ്ക് യു.